ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മടി പിടിച്ചൊരു രാവിലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എനിക്കൊരു മടിയെന്നല്ല, പിന്നെ ആട്ടി വെച്ച മാവൊന്നും ഇരിപ്പില്ല. പിന്നെ ഇപ്പം രണ്ടാൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് അതൊക്കെ ഇന്നൊരു മടിയുള്ള ദിവസമാണ് കേട്ടോ, സത്യം പറയണമെങ്കിൽ. അപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ട്, ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, മുട്ട 2 ഒടിച്ചൊഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഞാൻ എപ്പോഴും ഇടാൻ ഞാൻ പറയില്ല, കാരണം നമുക്ക് പഞ്ചസാര ഇല്ലാതെയും പറ്റില്ല. പഞ്ചസാര നല്ലതല്ല ശരീരത്തിന്, നമുക്കറിയാം. പക്ഷെ അത് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമുക്കത് നിർബന്ധവും വേണം താനും. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡിനെ ഏത് ഇഷ്ടത്തിന് ഞാൻ എങ്ങനെ ഏത് ആകൃതിയിൽ വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിനെ ഇതിന് ബാറ്ററിൽ മുക്കിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അതിനെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. തൂവി കൊടുത്തു കഴിഞ്ഞിട്ട് അത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കഴിഞ്ഞാൽ ആയി ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട്, പിന്നെ പഴമുണ്ട്. അതൊക്കെ കൂടെ കഴിച്ചിട്ട് വയറൊന്ന് ഫില്ലാക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ. പിന്നെ എന്താ വേറെ വിശേഷങ്ങളൊക്കെ, എല്ലാവരുടെയും എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് അല്ല, നമ്മൾക്ക് രാവിലെയൊക്കെ ചിലവർക്കൊക്കെ എപ്പോഴും മടി മിക്കവാറും ഉണ്ടാകും. കൂടുതൽ വീട്ടിൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് മടി ഉണ്ടാവില്ല കേട്ടോ, കാരണം മടിച്ചിരുന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള പിന്നെ നാസ്റ്റിക്കുള്ള എന്താ ഉണ്ടാക്കണം, അതിനുള്ള കറി ഉണ്ടാക്കണം. അത് ആളുകൾ കൂടുതലുണ്ടാകുമ്പോൾ നമുക്കത് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റാണ്. നമ്മൾ 1-2 ആളുണ്ടാകുമ്പം ഇന്നിങ്ങനെ മതി എന്നൊക്കെ ഞാൻ വിചാരിക്കും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ വിടാറുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാലും നമുക്കിത് ചെയ്ത് കൊടുക്കാം. മുട്ടയോ പിന്നെ പാലിന് വേണം നിർബന്ധമില്ല. മുട്ടയുണ്ടെങ്കിൽ അത് അതിലടിച്ചിട്ട് അത് ബ്രെഡ് ഉണ്ടെങ്കിൽ അത് പൊരിച്ചിട്ട് അവർക്ക് ചായ വെച്ച് കൊടുത്താൽ അവന് വിരുന്നുകാരെ നമുക്ക് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞയക്കാമല്ലേ. അങ്ങനെ ഒരു ഉപകാരം കൂടെ ഉണ്ട്. അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ വീടിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ എനിക്ക് നല്ല കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് കണ്ടിട്ടുണ്ടായിരുന്നു, സന്തോഷം. പിന്നെ നമ്മളെപ്പോഴും നമ്മൾക്ക് പറഞ്ഞാൽ മൈൻഡ് ഒരേപോലെ ആവില്ല. നമ്മൾക്ക് ചില സമയങ്ങൾ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എന്താണെന്നറിയോ, മണി പ്ലാന്റിൻ്റെയാണ്. അതിൻ്റെ 2 തൊണ്ട് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. രാവിലെ എണീച്ച് ഞാൻ ഇതിനെ അടുക്കളയിൽ കയറി എന്ത് ചെയ്യാമെന്നറിയോ, കഴുകിയിട്ട് അതിനെ ഇലയോടെ കഴുകും. എന്നിട്ട് തലേ ദിവസം വെള്ളത്തിന് മാറ്റിയിട്ട് പുതിയ വെള്ളമാക്കി വയ്ക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു റീഫ്രഷ് ആകും. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് അടുക്കളയിൽ വന്നാൽ ഉണ്ടാകും. നമ്മൾ അടുക്കളയിൽ രാത്രി കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി അടുപ്പത്തിട്ടൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ രാവിലെ എണീച്ച് വരാനും അടുക്കളയിൽ കയറാനൊക്കെ നല്ലൊരു കുറച്ച് കൂടി ഒരു എനർജിയും ഉഷാറും ഉണ്ടാവും. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് അനുഭവമുള്ള ഹെൽത്ത് ടിപ്സാണ്. അത് നിങ്ങൾക്കായിട്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉണക്കമുന്തിരിയില്ലേ, അത് കറുത്ത മുന്തിരിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ രാത്രി ഒരു 10-15 കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം നമ്മൾ രാവിലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജി, ബ്ലഡ് കൊല്ല് കുറവുള്ളത് അത് നികത്താൻ, പിന്നെ അതിനുള്ള കുറേ ഇത് ഒക്കെ ഉണ്ട്. ഏറ്റവും നല്ലതാണ്. നമുക്ക് പിന്നെ ശോധന ഉണ്ടാവും, ഗ്യാസ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എനിക്കത് അനുഭവമുള്ളതാണ്. അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക.